നമസ്കാരം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് നമുക്കിടയിലൊക്കെ തന്നെ ചില റീകൗണ്ടിങ് അല്ലെങ്കിൽ റീചെക്കിങ് തുടങ്ങിയിട്ടുള്ള സ്വഭാവമോ അല്ലെങ്കിൽ ചെറിയൊരു തലവേദന വന്നു കഴിഞ്ഞാലും അതൊരു നോർമൽ തലവേദനയാണ് എന്നുള്ളത് ചിന്തിക്കാണ്ട് അത് നമ്മുടെ തലയിൽ വല്ല മുഴയും വന്നിട്ടാണോ, അതോ ഇനി എനിക്ക് ക്യാൻസർ ആണോ, ഇത് ക്യാൻസർ വന്നാൽ ഞാൻ എന്ത് ചെയ്യും, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഒരു പരിധിയിലധികം ചിന്തിച്ചു കഴിഞ്ഞ് അത് തന്നെ ഒരു മാനസിക പ്രശ്നമായിട്ട് മാറി നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ പോവാറുണ്ടോ? അതൊരു നിസ്സാര കാര്യമല്ല, ഇതൊരു രോഗവുമല്ല, ഒരു രോഗാവസ്ഥയാണ്. എന്നാൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അല്ലെങ്കിൽ OCD എന്ന് നമ്മൾ പറയാറുണ്ട്. അത് ഒരു ആങ്ഷൈറ്റി കൊണ്ടുണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. പേര് കേട്ട് പേടിക്കാനൊന്നുമില്ല, ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, മരുന്നുകളൊന്നുമില്ലാതെ തന്നെ. അപ്പോൾ ഇതിൻ്റെ തുടക്ക അവസ്ഥയൊക്കെയാണെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും ചെറിയ ചില ട്രീറ്റ്മെൻറ്റുകൾക്കൊക്കെ വിധേയരാവുകയും ചെയ്താൽ ഇതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു രോഗാവസ്ഥയാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം വേണ്ടത്. അതിൽ തന്നെ ഈ ഒബ്സഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ ഓരോ ചിന്തകളെയാണ് പറയുന്നത്. അതുപോലെ കമ്പൾഷൻ, ഈ ചിന്തിച്ചെടുത്ത കാര്യങ്ങൾ നിർബന്ധിത ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ നമ്മളത് വീണ്ടും വീണ്ടും ചെയ്യുക, പ്രവൃത്തിയിൽ ഒരു ആക്ഷനായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നതാണ് കമ്പൾഷൻ എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇമാജിനറി ആയിട്ട് ചിന്തിച്ചെടുക്കുന്ന ഒരു കാര്യത്തിനെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവന്ന് അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വീക്കാക്കുന്ന ഒരവസ്ഥയാണിത്. പല കാരണങ്ങൾ കൊണ്ടുണ്ടായിരിക്കാം. ഇത് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷം അല്ലെങ്കിൽ മുൻപ് ഭൂതകാലത്തിലുണ്ടായ ചില തിക്ത അനുഭവങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിനൊരു കാരണമായി തീരാറുണ്ട്. പലപ്പോഴും ഇതിന് വേണ്ടത് നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, കൂടെയുള്ളവർ ആരൊക്കെയാണോ എന്നുള്ളവർ, അവരെ കൂടുതൽ കെയർ ചെയ്യുകയും അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുകയും ആ ഒരു കെയറും സ്നേഹവും ഒക്കെയാണ് അവർക്ക് വേണ്ടത്. പലപ്പോഴും നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചില കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരായാൽ പോലും നമ്മൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് ഭംഗി പോരാ, അല്ലെങ്കിൽ കറക്റ്റ് സൈസിലല്ല എഴുതിയത് എന്നൊക്കെ ഓർത്തിട്ട് വീണ്ടും മായ്ച്ച് എഴുതുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്ത് നമ്മൾ ചിലർക്കൊക്കെ എക്സാം എഴുതുന്നത് കറക്റ്റ് ടൈമിൽ എഴുതാൻ പറ്റാണ്ട് വരികയും സമയം തികയാതെ വരികയും ഒക്കെ ചെയ്യും. ഇത് ചെറിയ കാര്യമല്ല കേട്ടോ. ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ വീട് പൂട്ടിയൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ല ഞാൻ ഡോറ് ലോക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് വീണ്ടും ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുന്നത്, അത് ഒരു OCDയിൽ പെടുത്താൻ പറ്റില്ല. അത് ഉത്തരവാദിത്വ ബോധമുള്ള ആരായാലും ഒന്ന് ചെക്ക് ചെയ്തോ എന്ന് നോക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇതൊരു 5 or 6 തവണയൊക്കെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അത് ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിലും വീണ്ടും വീണ്ടും പോയി ചെക്ക് ചെയ്യുന്ന, അതാണ് നമുക്ക് OCD എന്ന് വിളിക്കാൻ പറ്റുക. ഇപ്പോൾ സാധാരണ ആളുകൾ അത്യാവശ്യം വൃത്തിയുള്ള ഒരാളാണ് എന്ന് പറയുന്നതിന് പകരം കുറച്ചൊന്ന് പോളിഷ് ചെയ്തിട്ട് പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് OCD ഉണ്ട് എന്നുള്ളത്. അത് കുറച്ച് ശരിയാണോ അങ്ങനെ പറയുന്നത്? അല്ല. ഈ OCD എന്ന് പറയുന്നത് അത് അനുഭവിക്കുന്നവർക്കറിയാം, അത് അത്യാവശ്യം നമ്മുടെ മെൻ്റൽ പ്രഷർ കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് ഗ്യാസ് ഓഫ് ചെയ്തോ എന്ന് ചിന്തിച്ചിട്ട് വീണ്ടും വീണ്ടും ആ കാര്യം ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് കൗണ്ട് ചെയ്തിട്ട് 1 or 2 തവണ കൗണ്ട് ചെയ്യുന്നത് ഓക്കെയാണ്. പക്ഷെ അത് 8ഉം 10ഉം തവണയൊക്കെ കൗണ്ട് ചെയ്തിരിക്കുന്നവരെ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് OCDയിൽ പെടുത്താൻ പറ്റും. ഇനി നോർമലായിട്ട് അടുക്കും ചിട്ടയും ഉള്ള രീതിയിൽ അതാത് സ്ഥലങ്ങളിലേക്ക് സാധനങ്ങൾ വെക്കുകയും വൃത്തിയാക്കി വീട് സൂക്ഷിക്കുകയും ചെയ്യുന്നത് OCD അല്ല കേട്ടോ. അതൊക്കെ ഒരു വ്യക്തി ശുചിത്വത്തിൽ വേണ്ട ഒരു കാര്യമാണ് അടുക്കും ചിട്ടയും എന്നുള്ളത്. അപ്പം ഈ OCD എന്ന് പറയുന്നത് പലപ്പോഴും ഒരു തവണ തുടച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഫ്ലോറൊക്കെ നമ്മൾ മോപ്പ് കൊണ്ട് ക്ലീൻ ആക്കിയാലും ഇല്ല ക്ലീൻ ആയിട്ടില്ല എന്നോർത്ത് 8ഉം 10ഉം തവണയൊക്കെ ചെയ്യുന്നവരുണ്ട്. അതാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കൈ കഴുകുന്ന സമയത്ത് കയ്യിൽ അഴുക്ക് പോയിട്ടില്ലെന്നോർത്ത് നന്നായിട്ട് സ്ക്രബ് വെച്ച് ചെയ്യുക, വീണ്ടും ഹാൻഡ് വാഷ് ചെയ്യുക. തുടക്കത്തിലൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വിചാരിക്കും അത്യാവശ്യം വൃത്തിയുള്ള കുട്ടിയാണ് ഓക്കെ എന്നുള്ളത്. പക്ഷേ ഇത് കുളിക്കുന്ന സമയത്തൊക്കെ അവർക്ക് മണിക്കൂറുകളോളം 5-6 മണിക്കൂറൊക്കെ കുളിക്കാൻ വേണ്ടി എടുക്കുന്നവരുണ്ട്. ഇത്തരം OCD പേഷ്യൻസിന് അവർക്കത് വൃത്തിയായില്ല എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കേണ്ടത് ഒരു കെയർ മാത്രമാണ്.
തുടക്കത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവരെ നമ്മൾ ശാസിക്കാനോ തിരുത്താനോ പോവാതെ അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ഇത് ഒരു രോഗാവസ്ഥയാണെന്ന് മനസ്സിലാക്കി അതിന് നിന്ന് മറികടക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ചുറ്റുമുള്ളവർ ഒരുക്കി കൊടുക്കണം. ഇതാണ് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ഇതിന് നമ്മൾ ആയുർവേദ ഭാഷയിൽ അധാത്വ അഭിനിവേശ എന്നുള്ള പേരിൽ പറയുന്നുണ്ട്. അതുപോലെ ചില മെഡിസിൻസ് അല്ലെങ്കിൽ ചില ഹെർബ്സ് തന്നെ ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകൾ പോലെയുള്ള ശിരോധാര പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ എപ്പോഴും ഇവർക്ക് ഹാപ്പി ഹോർമോൺസ് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺ കൂടുതലായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അതിന് ഇത്തരം ഹാപ്പി ഹോർമോൺസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. എക്സസൈസ് ചെയ്യുന്നത്, പ്രാണായാമം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു സ്ട്രെസ്സിനെ കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റീനെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങളാണ്. അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചില തെറാപ്പികളൊക്കെ ചെയ്യാൻ പറ്റും. അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി, അല്ലെങ്കിൽ ACT തെറാപ്പി, ആക്ട് തെറാപ്പി എന്നുള്ളൊരു രീതിയൊക്കെ ഉണ്ട്. അതായത് ഈ ഒരു അവസ്ഥ, എനിക്ക് ഇങ്ങനെയൊരു രോഗാവസ്ഥയുണ്ട് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക, അത് നമ്മൾ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുക. ആ ചെയ്യുന്ന സമയത്ത് എനിക്കിത് ഞാൻ ചിന്തിച്ചു കൂട്ടുന്നതാണ്, എനിക്കിതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ ഒരു രോഗാവസ്ഥ കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനെ പതിയെ പതിയെ നമ്മുടെ മനസ്സിന് തന്നെ ഒരു ബലം കൊടുത്തുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി സഹായിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് മനോധൈര്യമാണ്. ഇത് മറ്റുള്ള മരുന്നുകൾ കൊണ്ട് ഡിപ്പെൻഡ് ചെയ്ത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും നല്ല മാർഗം നമ്മൾ സ്വയം ഇതിനെ വിലയിരുത്തി നമുക്ക് അതിൽ നിന്ന് പുറത്തു വരണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് പ്രയത്നിച്ച് പുറത്തു വരികയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിനുള്ള ഒരുപാടേറെ തെറാപ്പീസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ERP തെറാപ്പി തുടങ്ങിയിട്ടുള്ള അങ്ങനെ ഒട്ടനേകം തെറാപ്പികൾ തന്നെ ഇതിനുണ്ട്. ഇത് അല്ലാതെ ചില കേസിൽ ഇത് റിലേഷൻഷിപ്പ് OCD എന്നുള്ള ഒരു ടൈപ്പ് OCD ഉണ്ട്. അതിലും തന്നെ നമ്മൾ ചില പങ്കാളികളുടെ അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് ശരിയായ ഇഷ്ടമുണ്ടോ, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഇഷ്ടമുണ്ടോ എന്നുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ, അത് ഒരു എക്സാമ്പിൾ കൊണ്ടോ ഒന്നുമല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ മൈൻഡ് അതുപോലെ അങ്ങ് ചിന്തിക്കുകയാണ്. അതൊരു ഇമാജിനേഷനാണ്. ആ ഇമാജിനേഷൻ കാരണം അത് സത്യമാണെന്ന് മനസ്സിൽ വിശ്വസിച്ച് അതിനനുസരിച്ച് പിന്നീടുള്ള പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് ചില ദാമ്പത്യ ബന്ധങ്ങൾ തകർന്നു പോകാൻ വരെ ഇടയാവാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സംശയ രോഗങ്ങളൊക്കെ വരുന്നത് ഇതുപോലുള്ള ഒരു അവസ്ഥയാണ്, ഒരു രോഗാവസ്ഥയാണ്. അപ്പോൾ അതിനെ നമ്മൾ പങ്കാളികൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ചുറ്റുമുള്ള ഫാമിലി മെമ്പേഴ്സ് അതിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. ദ്രാക്ഷ, നെല്ലിക്ക, അതുപോലെ ശംഖപുഷ്പ, അല്ലെങ്കിൽ ഇരട്ടി മധുരം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാടേറെ ആയുർവേദ ഔഷധങ്ങൾ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വജാചൂർണം, അല്ലെങ്കിൽ മേധ്യ രസായനങ്ങളെല്ലാം തന്നെ, സാരസ്വത, അരിഷ്ടം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചില ഘൃതരൂപത്തിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മൾ മെഡിസിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മുടെ ആ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും തന്നെ അവർക്ക് ഒരു സൂയിസൈഡൽ ടെൻഡൻസിയും കാണാറുണ്ട്. സൂയിസൈഡ് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും തന്നെ അത് വേട്ടയാടിക്കൊണ്ടിരിക്കും. പക്ഷേ സത്യത്തിൽ ചിന്തിക്കുന്ന സമയത്ത് അവർക്കത് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ചെയ്യണം എന്ന ആഗ്രഹമില്ല, പക്ഷെ അത് തോന്നിക്കൊണ്ടേയിരിക്കും എന്നുള്ള ഒരു അവസ്ഥയാണ്. ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ഒരു മാനസിക അവസ്ഥയാണ് OCD എന്നുള്ളത്. അല്ലാതെ OCD എന്നുള്ളത് അമിതമായിട്ടുള്ള വൃത്തിയാണ് എന്ന് മാത്രം തെറ്റിദ്ധരിക്കരുത്. ചില OCD പേഷ്യൻസിന് ഒട്ടും തന്നെ അടുക്കും ചിട്ടയും ഇല്ലാത്തവരുണ്ടാവും, പക്ഷെ ബാക്കി പറഞ്ഞ സിംറ്റംസ് ഒക്കെ തന്നെ അവർക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യും. OCD പ്രശ്നമുള്ളവർക്ക് നമുക്കതൊരു പ്രോബ്ലമായിട്ട് തോന്നില്ല. കാരണം നമ്മുടെ ഡെയിലി റുട്ടീനിൻ്റെ ഒരു ഭാഗമായിട്ടോ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ തന്നെ അതങ്ങനെ നടന്നു പോകും. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, അതിപ്പം കുഞ്ഞുങ്ങളാണെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടോ, മുതിർന്നവരാണെങ്കിൽ ഫാമിലി മെമ്പേഴ്സിലുള്ളവരൊക്കെ തന്നെ ഇത് തിരിച്ചറിഞ്ഞ് നമ്മളോട് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ നോർമൽ അല്ല
എന്ന് അവർക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെയാണ് ഇത് വളരെ മാനസികമായിട്ട് നമ്മളെ ബാധിക്കുന്നതും ഇത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ശരിയായിട്ടുള്ള ഉറക്കം കിട്ടാതെ വരികയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടത് നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കുക, നോർമലായിട്ടുള്ള ഹെൽത്തി ഒരു റുട്ടീൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ഹോർമോൺ ലെവലൊക്കെ ബാലൻസ് ആവുകയും നമ്മുടെ ചിന്തകൾ മെൻ്റൽ ഹെൽത്ത് കൂട്ടുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അതുവഴി നമുക്കിതിൽ നിന്ന് പുറത്ത് കിടക്കാനും പറ്റും. അപ്പോൾ ഇതിന് വേണ്ടത് മറ്റൊരാളുടെ സഹായത്തിനേക്കാൾ കൂടുതലായിട്ട് നമ്മളിത് തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു പുറത്ത് കിടക്കാനുള്ള ഒരു വഴി അന്വേഷിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതൊരു രോഗാവസ്ഥയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് തരണം ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ വൃത്തിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു തവണ ഹാൻഡ് വാഷ് ചെയ്തു, 2 തവണ ചെയ്തു, 3ാമത് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഓർക്കുക, അയ്യോ ഇത് എൻ്റെ കൈ വൃത്തിയില്ലാത്തത് കൊണ്ടല്ല, ഇത് എനിക്കുള്ള ഒരു എൻ്റെ മെൻ്റൽ ഹെൽത്ത് വീക്ക് ആയതുകൊണ്ട് എനിക്കിങ്ങനെ തോന്നിപ്പിക്കുന്നതാണ് എൻ്റെ രോഗാവസ്ഥ. അതുകൊണ്ട് ഞാൻ ഇനി ചെയ്യേണ്ടതില്ല, എൻ്റെ കൈ നീറ്റായി എന്ന് നമ്മൾ സ്വയം പറഞ്ഞ് പഠിപ്പിച്ച് അതൊരു ഒരുപാട് തവണ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറയണ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ നമുക്ക് കുറേ സമയമെടുത്ത് കുറേ കാലമെടുത്ത് ഇത് നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റും. കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇത് ഞാനല്ലേ എന്നുള്ളത്. ഇല്ല, നമ്മൾക്ക് എല്ലാവർക്കും തന്നെ OCD ചെറിയൊരു ഓരോരോ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അയ്യോ ഞാൻ ചെയ്തോ, ഗ്യാസ് ഓഫ് ചെയ്തോ, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയി ഞാൻ ഫ്ലഷ് അടിച്ചിരുന്നോ എന്നുള്ള തോന്നൽ 1-2 തവണയൊക്കെ വരുന്നത് അതൊന്നും ഒരു തെറ്റല്ല. ഇതൊക്കെ നോർമലായിട്ട് എല്ലാ ആളുകൾക്കും ഉള്ളതാണ്. പക്ഷേ ഇത് ഒരു പരിധിയിൽ കൂടുതൽ ടൈം കൺസ്യൂമിങ് ആയിട്ട് അവർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ ബാധിക്കുന്ന രീതിയിലാവുന്ന സമയത്താണ് ഈ പ്രശ്നം വഷളായി പോകുന്നത്. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ അതിനെ തർക്കിച്ചും ശാസിച്ചും ഒന്നും അതിൻ്റെ പ്രശ്നങ്ങൾ വഷളാക്കാണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് ഒരു കൗൺസിലിങ്ങോ ഇതുപോലുള്ള തെറാപ്പികളോ ഒരു ഡോക്ടറിൻ്റെ സഹായമോ ഒക്കെ തേടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഈ ഒരു കാര്യം അടിവരയിട്ട് പറയുകയാണ്. കാരണം ഇതൊരു രോഗാവസ്ഥയാണെന്ന് തിരിച്ചറിയാതെ പോയാൽ ഒരുപാടേറെ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകാനുള്ള സാധ്യത കൂടെയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുമെങ്കിലും അത് അനുഭവിക്കുന്നവർക്ക് ഇതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടെ ഇത്തരം ഇമ്പോർട്ടൻ്റ് വിവരങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.